പലതും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും ഉള്ളിലുള്ള ചോദ്യം ഇതാണ്, അവന്റെ സംശയം ഇതാണ്, ആരാണ് വലിയവൻ? അപ്പൊ നമുക്ക് മാത്രമല്ല കേട്ടോ, ഇത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ഈ പ്രോബ്ലം. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ഒരു ശിശുവിനെ പിടിച്ച് അവരുടെ നടുവിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ശിശുക്കളെ പോലെ ആകണം. നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയാൽ അങ്ങനെ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. പ്രിയ ദൈവജനമേ, വരുന്ന ദിവസങ്ങളിൽ നാം ഓർക്കേണ്ടത്, പല ആത്മീയ ശുശ്രൂഷകളിലും നാം ഇടപെടുന്നവരായിരിക്കാം, പല ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും താല്പര്യം കാണിക്കുന്നവരായിരിക്കാം. എന്നാൽ പലപ്പോഴും ലീഡർഷിപ്പ്, അതിന്റെ നേതാവ്, എന്റെ പേര് അറിയപ്പെടുക, ഞാൻ വളരുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ശിഷ്യന്മാരും ചോദിച്ചത്, അല്ലയോ കർത്താവേ, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഞങ്ങളിൽ ആരാണ് നേതാവ്? ഞങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ചോദിച്ചപ്പോൾ, ആ കുഞ്ഞിനെ പോലെ നീ ആയില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഞാൻ ഓർക്കേണ്ടത്, ഞാൻ ആ സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു. ശിഷ്യന്മാര് കർത്താവൊക്കെ നിൽക്കുകയാണ്. അപ്പോഴതിന്റെ നടുക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ആകണം. അതിലെത്രയോ ഒരു വളരെ താണ ഒരു നിലവാരമാണത്. കർത്താവ് നിൽക്കുന്നു, ശിഷ്യന്മാർ നിൽക്കുന്നു. എന്നാൽ കുഞ്ഞിനെ വിളിച്ചതിന്റെ നടുവിൽ നിർത്തിയിട്ട് പറയുകയാണ്, നീ ഇതുപോലെ ആകുക. നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? പ്രിയ ദൈവജനമേ, കർത്താവ് പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾ തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ ആകുക. എന്നിട്ട് അതിന് തുടർന്ന് വായിച്ചാൽ അത് വളരെ രസാവഹമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ശിശുവിനെ, അതിന്റെ 5-ാം വാക്യം, ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഒരു ശിശുവിനെ പോലെ നീ ആകുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ നിനക്ക് താഴ്ത്തുവാൻ കഴിഞ്ഞാൽ, അവിടെ പറയുന്നത്, ഈ ശിശുവിനെ ഒരാൾ കൈക്കൊണ്ടാൽ അവൻ കർത്താവിനെ കൈക്കൊള്ളുന്നു. മറ്റൊരർത്ഥം, പലപ്പോഴും നമ്മൾ എന്താണ്, സഭയിലെ ഏറ്റവും വലിയ തിരുമേനി അല്ലെങ്കിൽ ഏറ്റവും വലിയ പാസ്റ്റർ, അവരെയാണ് സ്വീകരിക്കുവാൻ നമുക്ക് താല്പര്യം. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരെയാ സ്വീകരിക്കേണ്ടത്? ഇതുപോലെ തന്നെത്താൻ ക്രിസ്തുവിന് വേണ്ടി ഒരു ശിശുവിനെ പോലെ താഴ്ത്തിയവനെ നീ സ്വീകരിച്ചാൽ നീ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. എത്രയോ വലിയ ഒരു സത്യമാണ് അവിടെ മറഞ്ഞു കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം പോകുന്നത് വലിയ കൊമ്പുകളിൽ പിടിക്കുവാനാണ്, വലിയ നേട്ടങ്ങളിലേക്ക്, വലിയവരുടെ അടുത്തേക്കാണ്. എന്നാൽ കർത്താവ് ഇവിടെ പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തനെ നീ സ്വീകരിച്ചാൽ നീ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. തീർന്നില്ല, അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വന്നാൽ, അവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നതിന് തുല്യം. അപ്പോൾ ദൈവജനമേ, നാം ശ്രദ്ധിക്കേണ്ടത്, ഈ കർത്തൃദാസനെ, ദൈവത്തിന്റെ നാമത്തിൽ താഴ്ത്തപ്പെട്ടവനെ, അവനെ നീ ഇടർച്ച വരുത്തിയാൽ അതിന്റെ അർത്ഥം നിന്നെ എന്ത് ചെയ്യുമെന്ന്, നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി നിന്നെ സമുദ്രത്തിൽ താഴ്ത്തിക്കളയും. തീർന്നില്ല, വീണ്ടും അതിന്റെ 10-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ചെറിയവരിൽ ഒരുത്തനെ, ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി താഴ്ത്തിയ ശിശുവായി തീർന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ, അവനെ നീ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ 14-ാം വാക്യം, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എവിടെയാണ്? നാം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ദൈവജനം, അവന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ നീ സ്വീകരിച്ചാൽ നീ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുത്തന് നീ ഇടർച്ച വരുത്തിയാൽ നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുന്നതിന് തുല്യം. തുടർന്ന് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തന് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല. വലിയവനായ ദൈവം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു
രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ സംബന്ധിച്ച്, വീണ്ടും ജനിച്ച ഒരു സഹോദരിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും കാതലായ വിഷയം, നാം ലോകത്തിൽ നിസ്സാരരല്ല. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നാം ഓർക്കേണ്ടത്, ഇന്നാരെങ്കിലും ഈ രക്ഷയിലേക്ക്, ഇത്ര വലിയ ഒരു മഹാഭാഗ്യത്തിലേക്ക്, നാം ഓർത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവുള്ളിൽ വസിക്കുന്ന, ദൈവം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന, ദൈവം വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്ന ദൈവത്തിന്റെ ജനം, അവരെ തുച്ഛീകരിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അവരെ ആരും പരിഹസിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ ഈ രക്ഷയിലേക്ക് നടത്തുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നാം ഓർക്കേണ്ടത്, നാം തന്നെത്താൻ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു പറഞ്ഞതാണ്, നിങ്ങൾ ഈ ശിശുവിനെ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ സ്വർഗരാജ്യത്തിന് നിങ്ങൾ അവകാശികളാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ താഴ്ത്തുവാൻ, അത് ക്രിസ്തുവിന് വേണ്ടി താഴ്ത്തുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാകട്ടെ. വീണ്ടും നാം തുടർന്ന് ചിന്തിച്ചത്, ഈ ഈ ഈ ഈ നിലയിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ അവൻ നമ്മെ ഒരു കാലത്തും നഷ്ടപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ രക്ഷ നമുക്ക് ലഭിക്കാത്ത ആരെങ്കിലും എന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുവാനിടയാകട്ടെ. അതുപോലെ രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെയും ആത്മീയ വളർച്ച പ്രാപിക്കാതെ മുരടിച്ചിരിക്കുന്ന, മായമുള്ള പാൽ കുടിച്ച് അംഗഭംഗം വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ദൈവത്തിന്റെ മായമില്ലാത്ത ഈ വചനമെന്ന പാൽ കുടിച്ച് വരുന്ന ദിവസങ്ങളിൽ വളരുവാൻ വലിയവനായ ദൈവം ബുദ്ധി ഉപദേശിക്കുന്നു. അവിടെ നാം വായിച്ചത് അങ്ങനെയാണ്, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, എന്നാൽ തിന്മയിൽ കുഞ്ഞുങ്ങളായിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ തിന്മ പ്രവർത്തിക്കാതെ ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാണ്.